ഹലോ ഗായ്സ്, ഞങ്ങൾ അമ്പലത്തിൽ പോകാൻ പോവുകയാണ്. വൈകുന്നേരമാണ്. ഇന്നെന്താ പ്രത്യേകത എന്ന് വെച്ചാൽ ഇന്ന് നമ്മുടെ വെഡ്ഡിങ് ആനിവേഴ്സറിയാണ്, രണ്ടാമത്തെ. നമ്മൾ അമ്പലത്തിൽ പോയതാണ്, ശിവൻ്റെ അമ്പലമാണ്. അവിടെ പോയപ്പോഴത്തേക്കും അവിടുത്തെ കുളത്തിൽ കുറേ മീനുകൾ, വലിയ മീനുകളുണ്ട്. അപ്പം ചെറുതായിട്ട് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച്. നല്ല കളറുള്ള മീനുണ്ട്, അല്ലാത്ത വലിയ മീനൊക്കെ ഉണ്ട്. വീഡിയോയിൽ എത്രമാത്രം കാണാൻ പറ്റുന്നറിയില്ല നിങ്ങൾക്ക്. അതൊക്കെ ഓടിക്കളിക്കുന്നുണ്ട്, കണ്ടോ? അവിടെയൊക്കെ കിടപ്പുണ്ട് കുറേ എണ്ണം, കണ്ടില്ല? നല്ല രസമായിരുന്നു. മനസ്സൊക്കെ ഭയങ്കര കാമായി. അല്ലെങ്കിൽ എനിക്ക് ശിവൻ്റെ അമ്പലത്തിൽ പോകാനാണ് കൂടുതൽ ഇഷ്ടം. ഞാൻ ഒരു ശിവഭക്തയാണ്. പിന്നെ ഒരു ആനിവേഴ്സറി അങ്ങനെ വലുതായിട്ടൊന്നും ആഘോഷിച്ചില്ല. മോളും ഉണ്ട്, ഏട്ടനും ഉണ്ട്. ചെറുതിങ്ങനെ അമ്പലത്തേക്ക് പോയി ഇങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞതാ കളിച്ച് ചിരിച്ചൊക്കെ ഇരിപ്പുണ്ട്. എവിടെയൊക്കെ പോകുന്നത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. ചിരിച്ച് കളിച്ച് ഇങ്ങനെ ഇരുന്നോളൂ. കുറച്ച് നേരം ഞങ്ങളവിടെ അമ്പലക്കുളത്തിൻ്റെ അവിടെ കുറച്ച് നേരമൊക്കെ ഇങ്ങനെ ഇരുന്നു, കുറേ നേരം. അപ്പം തന്നെ തണുപ്പും നല്ലൊരു നല്ലൊരു മൈൻഡായിരുന്നു. അപ്പോൾ അവിടെ മഞ്ചാടി ഉണ്ട്. അപ്പോൾ മോളെ കൊണ്ട് മഞ്ചാടി വരച്ച്, മഞ്ചാടി വരരുത്, അത് വായിലോട്ടിടാൻ വേണ്ടിയാണ് ആൾ പോയത്. പിന്നെ എണ്ണ കൊണ്ട് വാരിപ്പിച്ച് എല്ലാം എടുത്ത് വെച്ച്, കണ്ടോ? അത് പിന്നെ കയ്യിൽ തന്നെ ഇരിക്കുക. അത് കഴിഞ്ഞ് അമ്പലത്തിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങി. നമ്മളിനി അടുത്തൊരു അമ്പലത്തിലേക്ക് പോവുകയാണ്. അത് ശിവൻ്റെ അമ്പലം തന്നെയാണ്. ഇനി അവിടത്തേക്ക് പോവാമെന്ന് വിചാരിച്ചു. ഇവിടെ ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത്. ഞങ്ങൾ അമ്പലത്തിൽ കയറി തൊഴുതിറങ്ങുമ്പോഴാണ് ഒരു പൂച്ചക്കുട്ടിയെ കണ്ടത്. ഞങ്ങൾ കുറച്ച് നേരം തൊഴുതിട്ട് അവിടെ ഇരിക്കുമ്പോഴത്തേക്ക് ആ പൂച്ചക്കുട്ടി വന്നിട്ട് ഏട്ടൻ്റെ മടിയിൽ കയറിയിട്ട് മോളെ ഇങ്ങനെ പിടിക്കാൻ വേണ്ടി തുടങ്ങുക. അത് എന്നിട്ട് അപ്പോഴത്തേക്ക് ഞങ്ങൾ അവിടെ നിന്ന് എഴുന്നേറ്റ് ഇങ്ങനെ നടന്നിങ്ങ് പോരുമ്പോൾ ആ പൂച്ചക്കുട്ടി ഞങ്ങളുടെ കൂടെ പുറകിന് വരിക. ഇതാണ് അമ്പലം. പുറകിന് വന്നിട്ട് വണ്ടി എവിടെയാണോ വണ്ടിയുടെ അവിടെ വരെ പ്രസാദമൊക്കെ അതിന് കൊടുത്തു. എന്നിട്ടും അത് വണ്ടിയുടെ അവിടം വരെ ഞങ്ങളുടെ കൂടെ 3 പേരുടെയും കൂടെ ഇങ്ങനെ നടന്നു വരിക. ഒരു പ്രസാദമൊക്കെ കൊടുത്തിട്ട് പിന്നെ എൻ്റെ ഒപ്പം ഇങ്ങനെ നടന്ന് വരിക. വണ്ടി എവിടെ നിൽക്കുന്നു അവിടെ വരെ വന്നത് നിൽക്കുക. ഞങ്ങൾ പോരുന്നവരെ ഇങ്ങനെ നോക്കി നിൽക്കുക. അതിനുശേഷം ഞങ്ങൾ വീട്ടിലെത്തി. അനിയനും അനിയത്തിയൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ചെറിയൊരു കേക്കൊക്കെ കട്ട് ചെയ്തു. വളരെ സിമ്പിളായിട്ടുള്ള ഒരു ആഘോഷമായിരുന്നു. ഭയങ്കര സിമ്പിളായിട്ട്. സാധാരണ ഇങ്ങനെ പോലും ഞങ്ങൾ ആഘോഷിക്കില്ല. കഴിഞ്ഞ വർഷം ഞങ്ങൾ ഗോവയ്ക്കൊക്കെ പോയി. ഈ വർഷം നമുക്ക് ഇങ്ങനെയെങ്കിലും ആഘോഷിക്കാമെന്ന് വിചാരിച്ചു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.